ഇന്നെന്താ ഒരു സ്പെഷ്യൽ ഡേ എന്നറിയോ? ഇന്ന് ഞങ്ങളൊക്കെ ആരാധിക്കുന്ന വിജയ് എന്ന് പറഞ്ഞൊരു വലിയൊരു സ്റ്റാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വരുന്ന ഈ അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരാളായിട്ട് ഇഷ്ടം, ഞങ്ങൾക്കൊരു കൂട്ടം, ഞങ്ങൾ നിൽക്കുന്ന എല്ലാവരും വിജയിന്റെ ആരാധകരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതിന് കുറച്ച് പേർക്ക് ചോദ്യം ഉണ്ടാവും അല്ലെ? എനിക്ക് ആദ്യം തോന്നിയിട്ടില്ല എന്തുകൊണ്ടാണ് വിജയ് ഫാൻസ് ആയി നടക്കുന്നത് തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടനാരാ? വിജയിനെയാണ് എനിക്ക് ഇഷ്ടം. എന്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ വിജയ് ഫാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതെന്ന് അറിയോ? എന്ത് അറിയുള്ളൂ. നമ്മളൊരു നടനെന്നതിൽ ഉപരി ഒരു നല്ലൊരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള ഒരാളാണ് നമ്മളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരാളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതേ ഞങ്ങളൊരു കൂട്ടുമായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനൊരു പങ്കിടുമ്പോൾ ഞങ്ങൾക്കും സാറ്റിസ്ഫിക്കേഷനാണ്. പുള്ളി പറയുന്നതും അതാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും അല്ലേ? എല്ലാവർക്കും ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാവും. ആ പരാജയങ്ങൾ നമ്മളെ നിന്നും വീഴും പോകാതെ ഉദാഹരണമാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല കഴിവുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ ആദ്യം കണ്ട മെഡലിന്റെ ഇതാണ് വീഡിയോ എനിക്ക് കാണിച്ചു തന്നത്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നിങ്ങൾ അത്രയും എല്ലാവർക്കും ഉള്ളിൽ ഓരോ കഴിവുകളുണ്ടാവും. എവിടെയെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും പറയപ്പോലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിരിക്കുന്നത് ആ പുള്ളിയുടെ കുറെ വേർഡ്സും കുറെ പാട്ടുകളും നമുക്ക് അത്രയും മോട്ടിവേഷൻ തരുന്നതാണ്. ഒരു എൻ്റെ ജീവിതത്തിൽ ആ ആളെ
ഞങ്ങൾ GVP പാലക്കാട് ഓൺലൈൻ ഗ്രൂപ്പാണ്. ഞങ്ങളിപ്പോൾ ഒന്ന് വിജയണ്ണയുടെ ബർത്ത്ഡേ ദിവസം 49ാം പിറന്നാൾ അനുബന്ധിച്ച് നമ്മളിപ്പോൾ ബഡ്സ് സ്കൂൾ ആലത്തൂരുള്ള ഒരു ബഡ്സ് സ്കൂളിൽ അവർക്ക് സ്വീറ്റ്സും അവിടെ ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളിവിടെ വഴിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു 50 നമ്മളാൽ കഴിയുന്ന ഒരു 50 പേർക്ക് ഫുഡ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഞങ്ങൾ ചെയ്യും. ഞങ്ങളൊരു ഓൺലൈൻ ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നത് പാലക്കാട് തലപതീസാണ്. അവർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു സംരംഭം ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത നമ്മളുടെ ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിനോടും ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എല്ലാവരും ലിയോയുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു, വെയിറ്റിംഗ് ആണ്. പിന്നെ എന്താ പറയാമെന്നറിയില്ല. എൻ്റെ ടീം ഇനി അടുത്ത ലിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നെക്സ്റ്റ് ലിയോ റിലീസ് ആകുമ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ബഡ്സ് സ്കൂളിലെ പിള്ളേരുമായിട്ടൊരു ഷോ, അവർക്ക് വേണ്ടി ഒരു ഷോ നമ്മൾ കാണിക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് നടത്തിയെടുക്കാൻ നോക്കും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് എന്തായാലും കഴിഞ്ഞു. ഇതുവരെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അണ്ണന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. ലവ് യു അണ്ണ. LCU ആവണം എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. LCU ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്നുള്ളൊരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നമ്മളൊരു കുറേ തിയറീസ് വരുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഒരു തിയറി വെച്ച് നോക്കുമ്പോഴും LCU ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂൺ അതെന്തായാലും ലോകേഷ് സാർ പറയുന്നതന്നെ വിചാരിക്കണു. പിന്നെ കട്ട വെയിറ്റിംഗ് ആണ്. പ്രൊമോ കേട്ടപ്പോൾ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സോങ് പോലെയാണ് ശരിക്കും തോന്നിയത്. തലപതിയുടെ വോയിസിൽ തന്നെ കുറേ. റിലീസ് ഡേറ്റ് 19/10 ഒക്ടോബർ 19 തീയതിയാണ്. അപ്പോൾ അത് അതന്നെ അല്ല, അത് ലോകേഷ് തന്നെ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു 50% പുള്ളി എടുത്ത് വേറൊരു 50% അണ്ണൻ്റെ സ്ഥിരമുള്ള ആൾക്കാർക്ക് ഒരു സ്ഥിരം കാണുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട്, അവർക്ക് കൊടുക്കണമെന്നാണ് പുള്ളി ആദ്യം വിചാരിച്ചത്. അത് ഇപ്പോൾ പുള്ളിയുടെ ഒരു 50% കണ്ട് ആൾക്കാർ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞാൽ അടുത്ത പടം 100% പ്യുവർ ലോകേഷ് ഫിലിമായിരിക്കും. ഇത് 100% ലോകേഷ് ഫിലിം ആയിരിക്കുന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ അണ്ണൻ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഓൾറെഡി അനൗൺസ് ചെയ്ത 68 വെങ്കട് പ്രഭുവാണ്. അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.
ഒരു കാര്യം ഉറപ്പിക്കാം, ഇതുവരെയ്ക്കൊരു സൗത്ത് ഇന്ത്യ ലെവൽ സ്റ്റാർ എന്നുള്ള ലെവലിലാണെങ്കിൽ ഈ ലിയോട് കൂടിയിട്ട് ശരിക്കും വേൾഡ് വൈഡിൽ റീച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പോൾ ഓവർസീസ് പോയത് 60 കോടിക്കാണ്, കേരളത്തിൽ പോകുന്നതിന് 16 കോടിക്കാണ് ഏറ്റവും ഹയസ്റ്റ് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ അത്രയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതുവരയ്ക്ക് വന്ന വിജയ് ഫിലിംസ് പോലെയല്ല ലിയോ വരുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പറയുന്ന ക്രിക്കറ്റിനൊക്കെ പറയുകയാണെങ്കിൽ സച്ചിന് മുൻപും സച്ചിന് ശേഷവും എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ ഇപ്പോൾ അണ്ണൻ്റെ കരിയറിൽ ബിഫോർ ലിയോ ആഫ്റ്റർ ലിയോ എന്നുള്ള സംഭവം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.